അവിടേക്കുള്ള വഴി കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. ഞാൻ പതുക്കെയാണ് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോൾ കിട്ടിയ വ്യൂ ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ രാവിലെ എയർ ഫ്രെയിമിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ ആണിത്. മഴ പെയ്യുന്നുണ്ടോ? ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി മൺസൂൺ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിഡിലെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. പോകുമ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. നല്ലൊരു റെയിനി ഡ്രൈവ് ഞങ്ങൾക്ക് കിട്ടി. റിസോർട്ടിലേക്ക് എത്താനായപ്പോൾ മഴയൊക്കെ ഏകദേശം നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിസോർട്ടൊക്കെ ഒന്ന് കാണാം. ഈ റിസോർട്ട് ഫാമിലിക്കും കപ്പിൾസിനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി റിസോർട്ടാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എയർ ഫ്രെയിം തന്നെയാണ്. മുകളിലും താഴെയും കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുറച്ചു നേരം ഞാൻ ഐറോവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. പിന്നെ റിസോർട്ടിൻ്റെ പൂൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടാണ് അവർ പൂൾ സെറ്റ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഐറോ ഒരു സാഹസമൊക്കെ കാണിച്ചു, പക്ഷെ നടന്നില്ല. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. താഴെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. ആ ശബ്ദം നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം. ഞാൻ വാട്ടർഫോൾസ് ഒക്കെ റെയിനിന് കാണിച്ചു കൊടുത്തു. ഇനി നമുക്ക് വാട്ടർഫോൾസിലേക്ക് പോയി നോക്കാം. അവിടേക്കുള്ള വഴി കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. ഞാൻ പതുക്കെയാണ് ഇറങ്ങിയത്. സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഫുള്ള് പാറകളായിരുന്നു. നല്ല വഴുക്കുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കിട്ടിയ വ്യൂ ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പൂളിലേക്കാണ് പോയത്. പൂള് കളിച്ച് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അടുത്ത പരിപാടി ചിക്കൻ ഗ്രില്ലിംഗ് ആണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. രാവിലെ എയർ ഫ്രെയിമിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ ആണിത്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അവിടെ നിന്നാൽ ആ മലകളും താഴെയുള്ള വാട്ടർഫോൾസും ഒക്കെ നമുക്ക് കാണാം. ട്രെയിൻ എന്താണ്, മഴയോ? മഴ പെയ്യുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങാൻ പോവാണ്. ഈ ലൊക്കേഷൻ വരുന്നത് ആനക്കാമ്പോയിൽ തേപ്പാറ എന്ന സ്ഥലത്താണ്. കോഴിക്കോട് നിന്ന് ഒരു 1 hour ഡ്രൈവ് ഇങ്ങോട്ടേക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.